ഹായ് ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക് നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ട പോലെ ഡയബറ്റിസ് മെലൈറ്റസിനെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് TM എന്ന് വിളിക്കാം. കാരണം എനിക്ക് ഡയബറ്റിസ് മെലൈറ്റസ് ഇങ്ങനെ വീഡിയോ ഫുള്ള് പറയാൻ വയ്യ. അതുകൊണ്ട് നമുക്ക് ഷോർട്ടായിട്ട് DM എന്ന് വിളിക്കാം. DM എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാൻ വേണ്ടി പറയുകയാണ് ഷുഗർ. നമ്മുടെ ബോഡിയിൽ നമ്മുടെ നോർമൽ എല്ലാവരും പറഞ്ഞാൽ ഷുഗർ ഉണ്ടെന്നൊക്കെ പറയത്തില്ല, ഷുഗർ നമ്മൾ DM എന്ന് പറയുന്നത്. ഈ DM എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡറിനെയാണ് നമ്മൾ ശരിക്കും DM എന്ന് പറയുന്നത്. മെറ്റാബോളിക് ഡിസോർഡർ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ ഡൈജഷനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഫുഡിനെയും ഡൈജഷനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസ് അല്ലെ ഡിസോർഡറാണ്. ഡിസീസ് എന്ന് പറയാൻ പറ്റും. ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒന്നെന്നാണ് അർത്ഥം. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ്, അതാണ് ഡിസോർഡേഴ്സ്, അതാണ് DM എന്ന് പറയുന്നത്. ഈ DMനകത്തിൽ എന്തൊക്കെ ഡിസീസസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞുതരാം ഞാൻ. ഒന്നാമത് ഇൻക്ലൂഡ് ആയിട്ടിരിക്കുന്ന ഡിസീസാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അൺകൺട്രോൾഡ് ആയിട്ട് നമ്മുടെ ഷുഗർ ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടുന്നത്, അത് ഒന്നാമത്തത്. രണ്ടാമത്തതാണ് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റന്റ്. അതായത് ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഇനഫായിട്ട് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഇതിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്തുകയാണ്. മനസ്സിലായോ? പിന്നെ ഇൻസുലിൻ ഡെഫിഷ്യൻസി, പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇൻസുലിൻ ഡെഫിഷ്യൻസി ആകാം. ചില സമയത്ത് നമ്മുടെ ബോഡി ഇനഫായിട്ട് ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്നില്ല, അതും അവിടെ ഉണ്ടാകാം. ഈ ഇൻസുലിൻ റെസിസ്റ്റന്റ് അല്ലെങ്കിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസിയിൽ ഏതെങ്കിലും ഒരു കാര്യമേ ഇതിനകത്തിൽ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഇതിനകത്തിൽ ഉണ്ടാകുന്നതാണ് ഇൻസുലിൻ്റെ സെക്രീഷൻ ലെസ് ആകുന്നത്, ലോവർ ആകും. നമ്മുടെ ഇൻസുലിൻ്റെ സെക്രീഷൻ എന്താണെങ്കിലും എന്തായിരിക്കും, കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡയബറ്റീസിനകത്തിൽ ഉണ്ടാകാൻ ഉള്ള ഡിസീസസ് എന്ന് പറയുന്നത്. ഈ ഡിസീസ് എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഡയബറ്റിസ് മെലൈറ്റസ് DM എന്ന് പറഞ്ഞ ഡിസോർഡർ ഉണ്ടാകുന്നത്. ഈ DM എന്ന് പറയുന്നത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ശരിക്കും നമ്മുടെ ഈ ഷുഗർ, അതായത് DM ഷുഗർ നിൽക്കുന്നെന്ന് പറഞ്ഞത്. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോണാണ്. ഹോർമോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഈ ചില ഗ്രന്ഥികൾ, ഗ്ലാൻസ് എന്ന് പറയും, അവിടെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു സെക്രീഷൻ, അതാണ് ഹോർമോൺ എന്ന് പറയുന്നത്. നമ്മുടെ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്ലാൻഡ്, അതായത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ്, ബയോളജിക്കലി ഒരുപാട് പറയുകയാണെങ്കിൽ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണ് പല രീതിയിൽ ഡെഫിഷ്യൻ്റ് ആകാനും, അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, റെസിസ്റ്റൻ്റ് ആകാം, ഡെഫിഷ്യൻസി ആകാം, നമ്മുടെ പാൻക്രിയാസിനുണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ടാവാം. അങ്ങനെ പല കാരണത്താൽ ഇൻസുലിൻ കുറയുമ്പോൾ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ത് സംഭവിക്കും, കൂടും. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഡയബറ്റിസ് മെലൈറ്റസ് അല്ലെങ്കിൽ DM എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടും ഡയബറ്റീസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാൻ. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ഉണ്ട്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറയും. അതിൽ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ് എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു പിള്ളേരിൽ ജനിച്ച് വീഴുമ്പോൾ തന്നെ ചിലവർക്ക് ഡയബറ്റീസ് ഉണ്ടാകാറുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ജുവനൈൽ ഡയബറ്റീസ് എന്ന് നമ്മൾ ഈ ടൈപ്പ് 1 ഡയബറ്റീസിനെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, പിന്നെ നമ്മുടെ ബോഡി, അതായത് ഒബേസിറ്റി കൊണ്ടുണ്ടാകാം, പിന്നെ എക്സസൈസ്, നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി കുറയുന്നത് കൊണ്ടാകാം, ഈ ജങ്ക് ഫുഡ്സ്, ഈ ലൈഫ് സ്റ്റൈലിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡ് ആണ്. ഈ ജങ്ക് ഫുഡ്സ് കൊണ്ടുണ്ടാകാം. അതുപോലെ പാൻക്രിയാസിന് ഉണ്ടാകുന്ന പല അസുഖങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകാവുന്നതാണ് നമ്മുടെ ഈ ടൈപ്പ് 2 ഡയബറ്റീസ്. ജെസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഡയബറ്റീസിനെയാണ് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകാനും കുറേ കാരണങ്ങളുണ്ട്. അതിനൊരു കാരണമാണ് അമ്മ കുറച്ച് ഒബേസിറ്റി ഉള്ളത്. അതുപോലെ തന്നെ ഈ സ്വീറ്റ്സ് എന്ന് വെച്ചാൽ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിക്കാം. ഇത്തിരി കഴിക്കുമ്പോഴത്തേനെ ചില ആൾക്കാർ പറയും കഴിക്കല് ഷുഗർ വരുമെന്നൊക്കെ. അങ്ങനൊന്നുമില്ല, അത്യാവശ്യം സ്വീറ്റ്സ് കഴിക്കാം. ഓവറായിട്ട് സ്വീറ്റ്സ് കഴിക്കുന്നത് കൊണ്ടാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ ഒബേസിറ്റി പറഞ്ഞല്ലോ, ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് കൂടുതലും ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ട്. പിന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകുന്നത്. സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറയുന്നത് വേറെ പല അസുഖങ്ങൾ കൊണ്ടും നമുക്ക് ഡയബറ്റീസ് മെലൈറ്റസ് ഉണ്ടാകാം. അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതൊന്നാമത് നമുക്ക് പാൻക്രിയാസിൽ ട്യൂമർ ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മുടെ
ഇൻസുലിൻ്റെ സെക്രീഷനെ ബാധിക്കാറുണ്ട്. അതൊരു കാരണമാണ്. അതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകാം, പാൻക്രിയാസിന് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, അതൊക്കെ നമ്മുടെ ഈ ഇൻസുലിൻ്റെ സെക്രീഷനെ, അതുപോലെ ഗ്ലൂക്കോസിൻ്റെ സെക്രീഷൻ ഒക്കെ, ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോഗൺ ആക്കുകയൊക്കെ വേണം. അതിനെയൊക്കെ ബാധിക്കുന്ന പല പല അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് എന്തുണ്ടാകാം, ഈ DM എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലോട്ട് നമ്മുടെ ബോഡി പോകാറുണ്ട്. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഡയബറ്റീസ് വരുന്നത്. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഡയബറ്റീസിന് റിസ്ക് ഫാക്ടേഴ്സ്. അതിൽ ഒരു റിസ്ക് ഫാക്ടറാണ് ലൈഫ് സ്റ്റൈൽ. അതിനകത്തിൽ എല്ലാം ഇൻക്ലൂഡ് ആണ്. ജങ്ക് ഫുഡ്സ്, നമ്മുടെ ബോഡി ആക്ടിവിറ്റി കുറയുന്നത്, ഒബേസിറ്റി, ലെസ് എക്സസൈസ്, അതുപോലെ സ്മോക്കിങ്, പിന്നെ ഹെറിഡിറ്ററി. ഞാൻ പറയാം, നമുക്ക് ചിലപ്പം അമ്മയ്ക്കോ ആർക്കെങ്കിലും, അമ്മയിൽ നിന്നാണ് കൂടുതൽ ഇങ്ങോട്ട് പകരാനുള്ള ചാൻസ് കൂടുതൽ. അമ്മയ്ക്കൊക്കെ ഡയബറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഉണ്ടാകാനുള്ള ഹൈ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളവരെണ്ണമാണെന്ന് പറയുന്നത് ഹെറിഡിറ്ററി ഞാൻ പറഞ്ഞു. പിന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉള്ളവർക്ക് ഭയങ്കര റിസ്ക് ഫാക്ടറാണ്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെയാണ് എത്നിസിറ്റി എന്ന് പറയും. എത്നിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അമേരിക്കൻസിന് ഭയങ്കര ഹൈ ചാൻസ് ആണ്. അതുപോലെ ഇന്ത്യൻ അമേരിക്കൻസ്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോയി സെറ്റിൽ ആയിരിക്കുന്ന ആൾക്കാരില്ലേ, അവർക്കും ഹൈ ചാൻസ് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ സ്റ്റഡീസ് ഇത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് പലതരത്തിൽ. അപ്പോൾ നമ്മുടെ ഹോർമോണിൻ്റെ ചേഞ്ചസും ഒക്കെ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലോട്ട് പോയ ആൾക്കാർക്കും നല്ല ഹൈ ചാൻസ് ആണ് ഡയബറ്റീസ് ഉണ്ടാകാനുള്ളത്. മനസ്സിലായല്ലോ? ഇത്രയൊക്കെയാണ് നമ്മുടെ റിസ്ക് ഫാക്ടറിൽ വരുന്നത്. ഇനി ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, എനിക്ക് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു പോകുന്നത്. മനസ്സിലായല്ലോ? റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞില്ല. റിസ്ക് ഫാക്ടേഴ്സ്, ഈ റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ് കോസസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ കോസസിനകത്ത് പിന്നെ എനിക്ക് ഇൻക്ലൂഡ് ആയിരിക്കുന്ന ഒരു കാര്യത്തോടെ ഞാൻ പറഞ്ഞു തരാം. ട്വിൻസ്, ട്രിപ്ലെറ്റ്സ് ഒക്കെ ഇല്ലേ, മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഉള്ള ആൾക്കാർക്ക് ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകാൻ അത് ഹയർ ചാൻസ് ആണ്. പിന്നെ നിങ്ങളോട് എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അമ്മയ്ക്ക് ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ് കുട്ടി ജനിക്കുമ്പോഴത്തേന് കുട്ടി ഒന്ന് കുറച്ച് വലിയ കുട്ടിയായിരിക്കും, ഇച്ചിരി വെയിറ്റ് കൂടിയ കുട്ടിയായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കുട്ടിക്ക് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഷുഗർ ലെവൽ കുറവായിരിക്കും ആ സമയത്ത്. അതായത് അമ്മയ്ക്ക് ഹൈപ്പർഗ്ലൈസീമിയ ആണെന്നുണ്ടെങ്കിൽ കുട്ടി കുറച്ച് ഇച്ചിരി തൂക്കം കൂടിയ കുട്ടിയായിരിക്കും, വെയിറ്റ് കൂടിയ കുട്ടിയായിരിക്കും. പക്ഷെ കുഞ്ഞിന് ഹൈപ്പോഗ്ലൈസീമിയ ആണ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ ഒരു ചാൻസ് നിങ്ങളുടെ എത്നിസിറ്റി പറഞ്ഞു, ഫാമിലി ഹിസ്റ്ററി പറഞ്ഞു, അതൊക്കെ കോസസിൽ വരുന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ടൈപ്പ് 1 നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ടൈപ്പ് 2 അത് പകുതി മുക്കാലും നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമാണ്. നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാത്തത്, നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യാത്തത്, നിങ്ങൾ എക്സസൈസ് ചെയ്യാത്തത്, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാവുന്നതാണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. പക്ഷേ ജെസ്റ്റേഷനിൽ നമുക്ക് ഹാഫ് നമുക്ക് സ്വന്തമായിട്ട് പ്രിവെൻറ്റ് ചെയ്യാവുന്ന, ഹാഫ് നമുക്ക് പ്രിവെന്റ് ചെയ്യാത്തതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് ഡയബറ്റീസ്. ഒരു 65% ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി നല്ല ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഡയബറ്റീസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല ലൈഫ് സ്റ്റൈൽ എടുക്കുക. ഷുഗർ കുറേ നാളത്തേക്കിന് കൺട്രോൾ ചെയ്ത് വെക്കുക. ഷുഗർ, അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഷുഗർ കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഡയബറ്റീസ്, അതായത് ഇൻസുലിൻ കുറയുന്നതും ഷുഗർ കൂടുന്നതും. നമ്മുടെ വൈറ്റ് റൈസിനകത്തിൽ നല്ല റിച്ച് ഓഫ് കാർബോഹൈഡ്രേറ്റ്, അത് നമുക്ക് കാർബോഹൈഡ്രേറ്റ് വഴിയിട്ടും നമുക്ക് എന്ത് സംഭവിക്കാം, ഈ ഷുഗറിൻ്റെ ലെവൽ, അതായത് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടാവുന്നതാണ്. മനസ്സിലായല്ലോ? പിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി അതൊക്കെ കഴിക്കാം. നിങ്ങൾ വൈറ്റ് റൈസ് കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ ബ്രൗൺ റൈസ് കഴിക്കുക. അതിനകത്തിൽ കുറവാണല്ലോ, റൈസ് കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ളവരാണെങ്കിൽ ബ്രൗൺ റൈസ് കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക. ഒന്ന്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എക്സസൈസ് നല്ലതായിട്ട് ചെയ്യുക. എക്സസൈസ് എന്ന് വെച്ചാൽ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സും അതുപോലെ തന്നെ ഓയിലി ഫുഡ്സും അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ട്, സ്പ്രൈറ്റ്, 7up, തംസ് അപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറേ നാളത്തേക്ക് അതൊക്കെ ഒഴിവാക്കുക. അത് നോട്ട് ഓൺലി നമ്മളുടെ ഡയബറ്റീസ്, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും. ഞാൻ നിങ്ങൾ പറഞ്ഞ പാൻക്രിയാറ്റൈറ്റിസും ഡയബറ്റീസിനും ഒരു കാരണമാണെന്നുള്ളത്. അപ്പം പാൻക്രിയാറ്റൈറ്റിസ് ഒക്കെ ഉണ്ടാകാനുള്ള, പെപ്റ്റിക് അൾസർ, പാൻക്രിയാറ്റൈറ്റിസ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള റീസൺ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. ഞാൻ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ കുടിക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ഞാൻ നിങ്ങളോട് കുറേ കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ പലരും വിചാരിക്കുന്നൊരു കാര്യമാണ്, നീയും ഇതൊക്കെ ചെയ്യുന്നതല്ലേ. പക്ഷെ ഞാൻ ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ഷുഗർ കഴിക്കുന്നതിന് ലിമിറ്റ് വെക്കുക, നമുക്ക് ലൈഫ് ലോങ് കഴിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? എൻ്റെ അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ട്, പക്ഷെ എൻ്റെ വല്യമ്മച്ചിക്ക് ഡയബറ്റീസ് ഇല്ല.
ബിക്കോസ് എൻ്റെ വല്യമ്മച്ചി എന്ന് പറയുന്നത് ഇപ്പം എത്ര ഒരു 85-90 വയസ്സ് കാണും എൻ്റെ വല്യമ്മച്ചിക്ക്. ഇപ്പോഴും ഡയബറ്റീസ് ഇല്ല, എനിക്ക് ബി പി ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. കാരണം എൻ്റെ വല്യമ്മച്ചി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. മനസ്സിലായല്ലോ? പണ്ടത്തെ ആൾക്കാർ അവർ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് വല്യമ്മച്ചിക്ക് ഈ ഒരു അസുഖങ്ങൾ ഒന്നുമില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്കുണ്ട്. എൻ്റെ അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഉണ്ട്. അമ്മ നൈറ്റായിട്ട് ഉറവായിട്ട് എണ്ണ എടുക്കുന്നുണ്ട്. ഷുഗർ ഉണ്ട്. മെറ്റ്ഫോർമിൻ 100 mg അമ്മ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എടുക്കുക. ഇപ്പം എൻ്റെ അമ്മ പരമാവധി ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെയൊക്കെ വരുന്നുണ്ട്, അങ്ങോട്ട് നോർമലാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുക. വോക്ക് ചെയ്യുക, എക്സസൈസ് ചെയ്യാൻ. എല്ലാവരും ജിമ്മിലൊന്നും പോകാനല്ല ഞാൻ പറയുന്നത്, നന്നായിട്ട് വോക്കിംഗ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഡയബറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പ്രിവെൻഷനായിട്ട് പറയാനുള്ളത്. പിന്നീട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. നിങ്ങൾ സ്ട്രെസ്സ് ഉള്ളവരാണ്, കുറച്ച് സ്ട്രെസ്സിൻ്റെ കാരണത്താൽ നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ ഇൻക്രീസ് ആവുന്നതാണ്. അതുപോലെ സ്ലീപ്പ് ഒരുപാട് ഉറങ്ങാത്തവർക്ക്, അതുപോലെ സ്ലീപ്പ് പിന്നെ ചിരിച്ചെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഉറങ്ങാറില്ല, എനിക്ക് ഉറക്കം വരാറില്ല. ഇപ്പം പണ്ട് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ചത്തുപോലെ 16 മണിക്കൂർ വരെ ഞാൻ കിടന്ന് ഉറങ്ങാറുണ്ടായിരുന്നു. ഞാൻ നൈറ്റ് കിടന്ന് അങ്ങനെ എനിക്കിപ്പോൾ ഉറക്കം വരാറില്ല. എന്താ എനിക്കറിയത്തില്ല. അതെനിക്ക് ഇനിയിപ്പോൾ ചെക്ക് ചെയ്യണം. എന്തിനാണ് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഡോക്ടറെ കാണിച്ചാലെന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ. ഇങ്ങനെ ഉറക്കം ഒട്ടുമില്ല, സത്യമായിട്ട് ഒട്ടും ഉറക്കമില്ല. പിന്നെ അതൊക്കെ വിടും. പിന്നാണെന്നുണ്ടെങ്കിൽ പ്രിവെൻഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയാണ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെ നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റ് ആണ് കണ്ടുപിടിക്കാം. അതിന് നിങ്ങൾ ഒന്നാമത് ചെയ്യണമെന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ പോകാൻ നേരത്തെ ആ ഒരു ചായ അല്ലേ അല്ലെ ഒരു കാപ്പി അല്ലേ ഇതങ്ങ് കുടിച്ചേക്കാൻ അതിൽ എന്ത് ഷുഗർ ഇരിക്കുന്നു എന്ന് വിചാരിച്ചൊരിക്കലും കുടിച്ചിട്ട് പോയി നിങ്ങൾ ഒരിക്കലും ചെക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് കറക്റ്റ് വാല്യൂ കിട്ടത്തില്ല. നിങ്ങൾ 12 hours എങ്കിലും, നിങ്ങൾ എന്ത് ഫാസ്റ്റിംഗ് ടെസ്റ്റ് ചെയ്താലും നിങ്ങൾ 12 hours എങ്കിലും ഫാസ്റ്റിംഗ് ഇരുന്നിട്ട് വേണം നിങ്ങൾ ചെന്ന്. 12 hours മാക്സിമം, 8 to 12 hours ആണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. 12 hours ഇരിക്കുക, എന്നാലും നിങ്ങൾക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 120 മേളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 120 to 126 ആണ് കറക്റ്റ് പറയുന്നത്. 120 മേളിൽ പോകുകയാണെങ്കിൽ അബ്നോർമൽ വാല്യൂ ആണെന്നാണ് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന് പറയുന്നത്. അതായത് പ്രീ ഡയബറ്റീസ് ഉണ്ടെന്ന് നമുക്ക് വേണേൽ പറയാം. 120 to 130 മേളിൽ പോകുന്ന ഡയബറ്റീസ് ഉണ്ട് നിങ്ങൾക്ക്. അടുത്തൊന്ന് പല ഡയഗ്നോസ്റ്റിക് സെന്ററിലും പലതാണ്. നിങ്ങളത് നോക്കിയിട്ട് അതിനകത്ത് എന്തായാലും മെൻഷൻഡ് ആയിരിക്കും വാല്യൂസ് ഒക്കെ. ഞാൻ പഠിച്ചൊരു കാര്യം വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത്. പിന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് HbA1c എന്ന് പറയാം. നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ ലെവലിനെ കാണിക്കുന്നതാണ് നമ്മുടെ 3 months ഷുഗറിൻ്റെ ലെവലിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുന്നതാണ് നമ്മളുടെ ഈ HbA1c എന്ന് പറയുന്നത്. ഈ HbA1c എന്ന് പറയുന്നത് 6.5 മുകളിലോട്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡയബറ്റീസ് പേഷ്യൻ്റ് ആണ്. അതായത് 6.5 to 7 ഒക്കെ, 6.5 എന്നൊരു 7.5 ഒക്കെ നിങ്ങൾ പ്രീ ഡയബറ്റീസ് ആണ്. അതിൻ്റെ 7ന്റെ മുകളിലോട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണ്, ഫുള്ളി ഡയബറ്റിക് ആണെന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ HbA1c നോക്കണം. പിന്നെ നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് HbA1c ഫാസ്റ്റിങ്ങിന്റെ ആവശ്യം ഇല്ല. HbA1c നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയി എടുക്കാം, നിങ്ങൾക്ക് ഫാസ്റ്റിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റാൻഡം ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറയും. റാൻഡം ഗ്ലൂക്കോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 hours ആഫ്റ്റർ വേണം നമുക്ക് എടുക്കാം. എപ്പോൾ റാൻഡം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. നോർമലി ഒരു ഫുഡ് കഴിച്ച് 2 hours കഴിഞ്ഞിട്ടാണ് നമ്മൾ റാൻഡം എടുക്കാറുള്ളത് ഹോസ്പിറ്റൽസിലൊക്കെ പറയുന്നത്. പക്ഷേ റാൻഡം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു റാൻഡം ഗ്ലൂക്കോസ് ടെസ്റ്റ് നിങ്ങൾക്ക് ഒരു 200 മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് പറയാം. ഇത് 3 നമ്മൾ ഡയബറ്റീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് 3ന്റെ വാല്യൂ വെച്ചിട്ട് നിങ്ങളൊരു ഫാസ്റ്റിങ്ങോ അല്ല റാൻഡമോ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് കാണുവാണ്, നിങ്ങൾ ഉടനെ തന്നെ HbA1c, നമ്മൾ ഗ്ലൈക്കോ HB എന്ന് പറയും, HbA1c നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യുക. HbA1cയുടെ വാല്യൂ നോക്കിയിട്ട് വേണം നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകാൻ. അത് വെച്ചിട്ടായിരിക്കും ഡോക്ടർ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇൻസുലിൻ വേണോ അതോ നിങ്ങൾക്ക് ടാബ്ലറ്റ് മതിയോ എന്നൊക്കെ ഡോക്ടർ തീരുമാനിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ആക്ച്വലി ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ഡിസൈഡ് ചെയ്യാനുള്ള ആളൊന്നും അല്ല ഞാൻ, എന്നാലും ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എല്ലാം ഷുഗറിൻ്റെ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ട്രീറ്റ്മെൻറ്റ് ഒന്നാമത് പറയുന്നത് നമ്മുടെ ഡയറ്റാണ്. ഡയറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഷുഗറിൻ്റെ ഇതിനകത്തിൽ ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒന്ന് ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ലോ കാർബോഹൈഡ്രേറ്റ് കഴിക്കുക, അതുപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഫുഡ് കഴിക്കുക, പ്രോസസ്ഡ് ഫുഡൊന്നും കഴിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക നമ്മുടെ ഡയബറ്റിക് ഫുഡിനെ പറ്റി പറയാൻ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡയബറ്റിക് ഫുഡിനെ പറ്റിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.
കുറയ്ക്കും. നെക്സ്റ്റ് രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസ്, എയറോബിക് എക്സസൈസ്, വാക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ബോഡിയുടെ കുറച്ചൊക്കെ നമ്മുടെ ഹീറ്റൊക്കെ പുറത്തോട്ടൊക്കെ പോയി നിങ്ങളുടെ ഒബേസ്ഡ് അല്ലെങ്കിൽ ഫാറ്റി പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാറ്റൊക്കെ കുറയ്ക്കും. മനസ്സിലായല്ലോ? അങ്ങനെ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. സ്ട്രെസ് മാനേജ്മെന്റിൽ ഒന്നുള്ളത് ഡീപ് ബ്രീതിങ് എക്സസൈസ് ഉണ്ട്, ഒന്ന് യോഗയുണ്ട്, ഒന്ന് മെഡിറ്റേഷൻ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, യോഗ ചെയ്ത് നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ഒരു എൻവയോൺമെന്റിൽ ആരുടെയും ശല്യമില്ലാതെ ഒരു സൗണ്ടും ഇല്ലാതെ, ആക്ച്വലി എനിക്കൊക്കെ മിണ്ടാതിരിക്കാൻ കുറച്ച് പാടാണ്. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഈ ഫാമിലിയേക്കാൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുക്കലാണ്. ഞാൻ ശരിക്കുള്ള ആളായിട്ടിരിക്കുന്ന കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുക്കലാണ്. എനിക്ക് സംസാരിക്കാതിരിക്കാൻ ഭയങ്കര ശ്വാസം മുട്ടാറുണ്ട് പല ടൈമിലും കേട്ടോ. സത്യമായിട്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. അതെന്തായാലും ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, ബാക്കി ഞാൻ പറയാം. പിന്നെ എന്താ പറയുക, സ്ലീപ്പ് ഹൈജീൻ എനിക്കില്ലാത്ത സാധനം. 7 to 8 hours സ്ലീപ്പ് നൈറ്റിൽ, അതായത് പലരുടെ ഉണ്ട് 7 to 8 hours സ്ലീപ്പ് വേണം, അതെപ്പോൾ വേണേലും ആകാം എന്നല്ല, നൈറ്റിൽ 7 to 8 hours സ്ലീപ്പ് എന്തായാലും വേണം. അത് പറയാൻ നിങ്ങൾ ചെയ്യണം എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല, കാരണം ഞാൻ ചെയ്യാറില്ല. ഞാനൊരു 1-2 മണിയൊക്കെ ആയി കഴിയുമ്പോഴാണ് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പോക്കറ്റ് FM എന്ന് പറഞ്ഞ പുതിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. അതിനകത്തിൽ സീരീസ് നമുക്ക് കാണണ്ട, കേട്ടാൽ മതി. അപ്പോൾ അതും കേട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹോബി. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ സ്വന്തമായിട്ട് ചെയ്ത വീഡിയോ സ്വന്തമായിട്ട് കാണും. ഇതൊക്കെ എൻ്റെ പണി. ഇത്രയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക്. എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പോകുന്നത് എനിക്കറിയത്തില്ല കേട്ടോ, പോകുന്നതാ, സോറി. പിന്നെ ഇത്രയും ട്രീറ്റ്മെൻറ്റാണ് ഇത്രയും. പിന്നെ നമ്മളുടെ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റ് എന്ന് വേണം നമുക്ക് ഇനി ഒറ്റയടി ഫുള്ളായിട്ട് പറയാം. പിന്നെ ശരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഫാർമക്കോളജി വൈസ്ഡായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ എടുക്കുന്ന നോർമൽ ബേസ് ലൈൻ ഡ്രഗാണ് മെറ്റ്ഫോർമിൻ 500 mg ആണ് നമ്മൾ എടുക്കുന്നത്. ആക്ച്വലി മെറ്റ്ഫോർമിൻ 500 mg നമുക്ക് ബിഫോർ ഫുഡും എടുക്കാം, ആഫ്റ്റർ ഫുഡും എടുക്കാം, വിത്ത് ഫുഡും എടുക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, മെറ്റ്ഫോർമിൻ കൂടുതൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്ന, നിങ്ങൾ എടുത്തതിന് ഉടനെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിത്ത് ഫുഡ് നമുക്ക് വേണേൽ പറയാം. ഫുഡ് കഴിക്കുന്ന ഇടയ്ക്ക് കഴിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഫുഡ് അത് കഴിച്ചിട്ട് ഉടനെ തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുക. കാരണം ഇതിന് നമുക്ക് ഗ്യാസ്ട്രിക്കിൽ ഒരു ബേണിംഗ് സെൻസേഷൻ, അതായത് നമുക്ക് പറയത്തില്ല, നമുക്ക് വയറുവേദന എടുക്കുന്നു, ഗ്യാസ് ട്രബിൾ ആകുന്നു, ഗ്യാസ്ട്രിക്കൽ ഇറിറ്റേഷൻ എന്നൊക്കെ പറയും നമ്മളത്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കുന്ന അപ്പം തന്നെ നമ്മൾ അങ്ങ് കഴിക്കുന്നതായിരിക്കും നല്ലത്. മെറ്റ്ഫോർമിൻ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്, നമ്മുടെ ബേണിംഗ് ആക്കണം, നമ്മുടെ എപ്പിഗ്യാസ്ട്രിക് ബേണൊക്കെ നമുക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിത്ത് ഫുഡ് മെറ്റ്ഫോർമിൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് ആ സൈഡ് എഫക്റ്റ് ഒക്കെ ഒഴിഞ്ഞ് കിട്ടും. പിന്നെ ഒരുപാട് ടാബ്ലറ്റ്സ് ഉണ്ട്, ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. മെയിനായിട്ട് മെറ്റ്ഫോർമിൻ പറഞ്ഞു. പിന്നെ ടാബ്ലറ്റ്സ് പല കമ്പനി ട്രേഡ് നെയിം ഒക്കെ പല ഇതായിട്ട് അമാരലുണ്ട്, സോറിലുണ്ട്, അമാരൽ M1 ഉണ്ട്, സോറിൽ M1 ഉണ്ട്, പിന്നെ അമാരൽ M2, അങ്ങനെ മെറ്റ്ഫോർമിന് ഗ്ലിംബ്രൈഡ്, അങ്ങനെ ഗ്ലൈസിഡ്, അങ്ങനെ കുറേ ചേർന്നിട്ടുള്ള കുറേ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. മെറ്റ്ഫോർമിൻ്റെ തന്നെ കണ്ടന്റ് ഉള്ള കുറേ ടാബ്ലറ്റ്സ് ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒത്തിരി നിങ്ങളോട് പറയുന്നില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇൻസുലിൻസിനെ പറ്റി പറയാനാണെങ്കിൽ അത് നമുക്ക് ടൈപ്സ് ഓഫ് ഇൻസുലിൻസ് ഉണ്ട്. അതിൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആക്ടിങ് എന്ന് പറയുന്നത് അത് നമ്മുടെ ബോഡിയിൽ 50 to 20 minutes നമ്മുടെ ബോഡിയിൽ ആക്ട് ആകും. എന്നിട്ട് അത് 2 to 4 hours വരെ അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ബോഡിയിൽ നിൽക്കുന്നതാണ്. നമുക്കറിയാം, ഈ ഹ്യൂമലോഗ് എന്നൊക്കെ പറയുന്ന ഇൻസുലിൻ നമ്മുടെ ഇതിന് എക്സാമ്പിളാണ്. പിന്നെ ഷോർട്ട് ആക്ടിങ് എന്ന് പറയുന്നത് അതൊരു 20 to 30 minutes നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ആവും. അത് 4 to 8 hours നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കാണും നമ്മുടെ ബോഡിയിൽ. അത് കഴിഞ്ഞിട്ട് ഷുഗർ പിന്നെ വേരി ആവത്തുള്ളൂ. അതിന് എക്സാമ്പിളാണ് ഹ്യൂമലിൻ R, നൊവോളിൻ R എന്ന് പറയുന്നതൊക്കെ നമ്മൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. പിന്നെ ഉള്ളതാണ് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു 30 to 40 minutes ഒക്കെ വേണം ഇത് നമ്മുടെ ബോഡിയിൽ ആക്ട് ആവാൻ. അത് ആക്ട് ആയി കഴിഞ്ഞിട്ട് അതൊരു 8 hours to 12 hours നമ്മുടെ ബോഡിയിൽ അത് എഫക്റ്റ് ആയിട്ട് നിൽക്കും. അത് ഹ്യൂമലിൻ N, നൊവോളിൻ N എന്നൊക്കെ പറയുന്ന ഇൻസുലിൻസ് അതിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ലോങ് ആക്ടിങ് ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ആകാൻ വേണ്ടി നമുക്ക് 2 to 4 hours വേണ്ടി വരും. അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 20 to 24 hours നിൽക്കും. നിങ്ങൾ കേട്ട് കാണും ലാൻഡസ്, ഫിയാസ്പ് അങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ഈ
അപ്പിഡ്ര, ഫിയാസ്പ്, ലാന്തസ് ഒക്കെ ഇതിനൊക്കെ എക്സാമ്പിളാണ്. പിന്നെ ഒന്നുള്ളത് അൾട്രാ ലോങ് ആക്ടിംഗ് ആണ്. ഈ അൾട്രാ ലോങ് ആക്ടിങ് നമുക്ക് 2 to 4 hours നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ആകും. അത് 48 hours നമ്മുടെ ബോഡിയിൽ അതിൻ്റെ എഫക്റ്റ് നിൽക്കുന്നതാണ്. അതിന് ബസാഗ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഇൻസുലിന്, അതുപോലെ ഫിയാസ്പ്, അതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അൾട്രാ ലോങ് ആക്ടിങ്ങിന് എക്സാമ്പിൾസ് ആണ് ഇങ്ങനെയുള്ള ഇൻസുലിൻസ്. ഇപ്പം മനസ്സിലായി. ഇൻസുലിൻസ് ഡോക്ടേഴ്സ് ഇൻസുലിൻ തരുമ്പം ഒരാൾക്ക് കൊടുക്കേണ്ട ഇൻസുലിൻ ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക്. ആസ് പെർ എവരി പേഷ്യൻസിൻ്റെ ഷുഗർ, അതുപോലെ തന്നെ അവരുടെ ഗ്ലൈക്കോ HB, അതുപോലെ HbA1cയുടെ റേറ്റ്, അതൊക്കെ അനുസരിച്ചായിരിക്കും ഓരോരുത്തർക്കും ഇൻസുലിൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് ഡോക്ടർ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മറ്റൊരാൾ ഒരിക്കലും ഇൻസുലിൻ എടുക്കാതിരിക്കുക. ഇത്രയാണ് നിങ്ങളുടെ ഷുഗറിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഡയബറ്റീസിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊരു കോംപ്ലിക്കേഷൻ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, പിന്നെ അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഹാർട്ടിനല്ലാതെ ഉണ്ടാകുന്ന ഡിസീസസ്, ഇതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഒബേസിറ്റി ഉണ്ടാകാം. അതായത് നോർമൽ വണ്ണമുള്ള പേഴ്സൺ ആണെങ്കിൽ പിന്നെയും ഒബേസായി മാറാൻ ഭയങ്കര ഹൈ ചാൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷുഗർ പരമാവധി കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഒരു ബാഡായിട്ടുള്ളൊരു അസുഖം തന്നെയാണ്. ഇപ്പം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഡയറ്റിലൊക്കെ കൺട്രോൾ ചെയ്യുക. ഡോക്ടർ മെഡിസിൻ അതിനുള്ള റെഗുലറായിട്ട് എടുക്കുക. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നോക്കുക. ഷുഗർ ചെറിയൊരു അസുഖമാണെന്ന് ആരും വിചാരിക്കേണ്ട. നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുക, റെഗുലറായിട്ട് മെഡിസിൻ എടുക്കുക. അത്രയേ ഉള്ളൂ പറയാൻ. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഷുഗറിനൊക്കെ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് മെഡിസിൻ എടുക്കാവുള്ളൂ. പല ടൈമിൽ നിങ്ങൾക്ക് ഷുഗർ ലോ ആയിരിക്കാം. ആ ലോ ആയിരിക്കുന്ന സമയം നിങ്ങൾ ഷുഗറിൻ്റെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഷുഗർ ലോ ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഷുഗറിൻ്റെ മെഡിസിൻ എടുക്കാൻ നേരത്ത് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്തിട്ട്, ഷുഗർ ആയാലും BP ആയാലും, ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വേറെന്തോ സംസാരിച്ച ടൈമിൽ നിങ്ങൾ എപ്പോഴും മെഡിസിൻ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഷുഗറിൻ്റെ മെഷീൻ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ മന്ത്ലി വൺസ് നിങ്ങളിപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുക. ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആണ്. അത് വെച്ചിട്ട് നിങ്ങൾ ഡോക്ടറെ പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ ഡോക്ടർ എന്നിട്ട് ആ ഒരു ഷുഗറിൻ്റെ റിസൾട്ടിനനുസരിച്ച് ഡോക്ടർ നിങ്ങൾക്ക് മെഡിസിൻ ചേഞ്ച് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലറ്റിൽ നിന്ന് ഇൻസുലിൻ ആക്കണോ, അത് ഇൻസുലിൻ കുറച്ച് ടാബ്ലറ്റ് ഫോമിലോട്ട് മാറ്റണോ, അതോ ടാബ്ലറ്റ് ചേഞ്ച് ചെയ്യണോ, അതൊക്കെ നിങ്ങൾക്ക് ലോങ് ആക്ടിങ് വേണോ ഷോർട്ട് ആക്ടിങ് വേണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡോക്ടർ എന്നിട്ട് നിങ്ങളോട് തീരുമാനിക്കുന്നതാണ്. മനസ്സിലായല്ലോ? ഇത്രയും എനിക്ക് മെഡിസിനെ പറ്റി, പിന്നെ കോംപ്ലിക്കേഷൻ എനിക്ക് പറയാനുള്ളൊരു വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഡയബറ്റിക് ഫുഡാണ്. മനസ്സിലായി? ഡയബറ്റിക് ഫുഡ് അൾസർ, ഈ ഇത്രയും കോംപ്ലിക്കേഷൻ ഏറ്റവും ബാഡായിട്ടൊരു തിങ്ങാണ് ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന് പറയുന്നത്. അതായത് ഷുഗർ ഉള്ളവർ പരമാവധി കാലിലും കയ്യിലൊക്കെ മുറിവ് ഒരുപാട് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ഇച്ചിരി വലിയ വൂണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡയബറ്റിസ് പേഷ്യൻ്റെ ഹീലിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ ആയിരിക്കും, ഭയങ്കര സ്ലോലി ഹീലിംഗ് ആയിരിക്കും അവർക്കുള്ളത്. അത് ഒരുപാട് കൂടിയിട്ട് എന്ത് സംഭവിക്കും? ഫുഡ് അൾസേഴ്സ് ഉണ്ടാകും. ഫുഡ് അൾസേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കഴിഞ്ഞ സമയം ആംബിറ്റേറ്റ് ചെയ്യുന്ന കേസസ് വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഇങ്ങനെയുള്ള മുറിവുകളൊക്കെ ഉണ്ടാകാതെ നോക്കുന്നത് നല്ലതായിരിക്കും. വലിയ മുറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അപ്പം തന്നെ പോയി കാണുക. അതായിരിക്കും ഏറ്റവും നല്ല. സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഡയബറ്റീസ് പേഷ്യൻസ് വലിയ മുറിവുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് കൂടുതൽ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാതെ ഡോക്ടറെ പോയി കാണാൻ നോക്കുക. മനസ്സിലായോ? സിംറ്റം, നിങ്ങൾക്ക് ഷുഗർ കുറയുന്നതിൻ്റെ അല്ലെങ്കിൽ ഷുഗർ കൂടുന്നതിൻ്റെ സിംറ്റം എന്തൊക്കെയാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കുറയുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ കൂടുതലായിരിക്കും. ഈ സിംറ്റം ഒക്കെ ഉള്ളവർ പോയി ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. ഒന്നാമത് നിങ്ങൾക്ക് പറയാനുള്ളത് ടിംഗ്ലിംഗ് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വൈബ്രേഷൻ പോലെ നമുക്ക് കയ്യിലും കാലിലും ഒക്കെ ഉണ്ടാവും. ടിംഗ്ലിംഗ് സെൻസേഷൻ എന്ന് പറയും, അതുണ്ടാകാം. പിന്നെ സ്വെറ്റിംഗ്, നല്ല രീതിയിൽ സ്വെറ്റിംഗ് കൂടുതലായിരിക്കും ഈ ഡയബറ്റീസ് പേഷ്യൻ്റ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു കട്ട്, ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു നിർത്തിയ കാര്യം, നിങ്ങൾക്ക് വൂണ്ട് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആ വൂണ്ട് ഹീലാകുന്നത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും. പിന്നെ അടുത്തെന്ന് പറയുന്നത് നിങ്ങളുടെ ഗംസ്, അതുപോലെ ടങ്, നിങ്ങളുടെ മൗത്തിൽ ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻ, റിക്കറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ? അത് വേറൊരു കാര്യമാണ്. പിന്നെ ഉണ്ടാകുന്നതാണ് തേഴ്സ്റ്റ്, നിങ്ങൾക്ക് എപ്പോഴും വെള്ളം കുടിക്കാൻ തോന്നും. അതുപോലത്തെ ഫറ്റീഗ്, നിങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ടയേർഡ്നെസ്, അതായത് നിങ്ങൾ എപ്പോഴും ഭയങ്കര ടയേർഡ് പോലെ ആയിരിക്കും. പിന്നെ അത്യാവശ്യം ഷുഗർ ഭയങ്കര കൂടുന്ന അവസ്ഥയിൽ ഒബേസ് ആയിരിക്കുന്നതിന് അങ്ങനെ ഇരിക്കും. ഒരുപാട് നമ്മൾ സ്കിന്നി ഒക്കെ ആയിരിക്കുന്നത് ഒന്നുകൂടെ അങ്ങ് സ്കിന്നി ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മനസ്സിലായല്ലോ? പിന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ, എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ചില സമയം യൂറിൻ പാസ് ചെയ്യാൻ ചെന്നിരിക്കുക നമ്മൾ യൂറിൻ പാസ് ചെയ്യില്ല. നിങ്ങൾക്ക് ആ ഒരു ടെൻഡൻസി, നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാകും. യൂറിനേഷൻ്റെ ഫീലിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ പാൽപിറ്റേഷൻ ഉണ്ടാകാം, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാകാം. അങ്ങനെ
ഒത്തിരി സിംറ്റംസ് നമുക്ക് ഈ ഷുഗർ പേഷ്യൻസിന് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? ഇത്രയാണ് മെയിനായിട്ടുള്ള സിംറ്റംസ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെന്ന് നിങ്ങൾ ഡോക്ടറെ പോയി ഒന്ന് കാണുന്നതല്ലായിരിക്കും. ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനകത്ത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാത്തൊരു കാര്യമുണ്ട്. നിങ്ങളൊരു ഒബേസ്ഡ് പേഷ്യൻ്റ് ആണ്. അതായത് നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മൾ ഫാറ്റി പേഴ്സണും ഒബേസ് ആയിട്ടുള്ള പേഴ്സണും രണ്ടാണ്. ആസ് പെർ BMI ആണ് നമ്മൾ ഫാറ്റ്, മാൽനറീഷ്ഡ് ആണോ, ഫാറ്റി ആണോ, ഒബേസ് ആണോ എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു 30 എബോവ് BMI ഒക്കെ നമുക്ക് ഒബേസ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു സർജിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. സർജിക്കൽ മാനേജ്മെൻറ്റ് RYGB, ബേറിയാട്രിക് സർജറി എന്ന് പറയും. ബേറിയാട്രിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് അതിൽ ബേറിയാട്രിക് സർജറി ഒരുപാട് ഇൻക്ലൂഡഡ് ആണ്. അതിൽ ഒന്ന് RYGB ആണ്. RYGB എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റൊമക്കിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്യും, എന്നിട്ട് സ്റ്റൊമക്കിനെ ചെറുതാക്കുന്നതാണ് RYGB. ഗ്യാസ്ട്രിക് സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്നൊക്കെ പറയും. അതും ഇതുപോലെ തന്നെ ഒരു സർജറിയാണ്. മെയിനായിട്ട് ഇത് പറയുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിനെ എന്ത് ചെയ്യും, സ്റ്റൊമക്കിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് സ്റ്റൊമക്കിനെ ചെറുതാക്കും. നമ്മുടെ സ്റ്റൊമക്ക് അത്യാവശ്യം ഒബേസ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ സ്റ്റൊമക്ക് കുറച്ച് വലുതായിരിക്കുമല്ലോ, അവരുടെ സ്റ്റൊമക്ക് ചെറുതാക്കുമ്പം അവർക്ക് എന്ത് ചെയ്യും, വിശപ്പൊക്കെ കുറയും. അങ്ങനെ അവർക്ക് എന്ത് സംഭവിക്കും, അവരുടെ ഒബേസിറ്റി കുറയും. അതാണ് നമ്മുടെ ഈ ഡയബറ്റിക്കിന് നമ്മൾ സർജിക്കൽ മാനേജ്മെൻ്റ് ആയിട്ട് എടുക്കുന്ന ഈ ബേറിയാട്രിക് സർജറിയാണ്. മനസ്സിലായല്ലോ? പിന്നെ പാൻക്രിയാസിന് ഉള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ, പാൻക്രിയാസിന് ഞാൻ പറഞ്ഞല്ലോ പാൻക്രിയാറ്റൈറ്റിസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ചിലവർക്ക് പാൻക്രിയാറ്റിക് ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് സെൽസിൽ ഞാൻ പറഞ്ഞു ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലാണ്. ആ ഇൻസുലിൻ്റെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് സെൽസിൻ്റെ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ അതൊക്കെ എനിക്ക് ഇവിടെ ഉണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ സത്യം പറഞ്ഞ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഗൂഗിൾ സെർച്ച് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പഠിച്ച കുറേ സംഭവങ്ങൾ എൻ്റെ ഇതിനകത്ത് കിടപ്പില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാറുണ്ട്. അതിനകത്തിലൊക്കെ കിടന്ന ഒരു നോളജാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതിനകത്തിലുള്ള 2 ഓപ്ഷൻസ് ആയിരുന്നു ഈ 2. അത് ഇന്ത്യയിലുണ്ടോ ഇല്ലേന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഡൗട്ട് അടിച്ചു ഇന്ത്യയിൽ ഉണ്ടോ ഇല്ലേന്ന്. ഇത്രയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ ഡയബറ്റീസിനെ പറ്റി പറയാൻ. ഞാൻ ഓവറോൾ കൺക്ലൂഷനായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഡയറ്റ് നോക്കുക, നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നോക്കുക, നിങ്ങൾ ഡയറ്റ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയബറ്റീസ് നിങ്ങൾക്ക് പകുതി നിങ്ങൾക്ക് പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും. ബാക്കി ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുക, നല്ലൊരു ഡോക്ടറെ കാണുക, നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, മന്ത്ലി ചെക്കപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ചെയ്യാൻ പറ്റുന്ന, ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ബിഫോർ ഫുഡും ആഫ്റ്റർ 2 hours ആഫ്റ്റർ ഫുഡും നിങ്ങൾ എപ്പോഴും ഈ ഷുഗർ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ചാർട്ട് ഉണ്ടാക്കുക. ബിഫോർ ഫുഡ് ഇത്രയാണ്, ആഫ്റ്റർ ഫുഡ് ഇത്രയാണെന്നുള്ള ചാർട്ട് ഉണ്ടാക്കുക. നിങ്ങൾ മന്ത്ലി അല്ലെ 3 months ഡോക്ടർ എപ്പോഴാണ് ഫോളോ അപ്പിന് പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നത് ഡോക്ടർ എടുക്കുക, ഇത് കൊണ്ടു കൊടുക്കുക. അപ്പോൾ ഡോക്ടറിന് വളരെയധികം ഈസി ആയിരിക്കും. നിങ്ങളുടെ ഷുഗറിൻ്റെ ഡെയിലി ഷുഗർ നോക്കും. ബിഫോർ ഫുഡ് ഇത്രയാണ്, ആഫ്റ്റർ ഫുഡ് ഇത്രയാണെന്നുള്ള കാര്യങ്ങൾ ഡോക്ടറിന് മനസ്സിലാകും. അപ്പോൾ ഡോക്ടറിന് ട്രീറ്റ്മെൻറ്റും വളരെയധികം എളുപ്പമായിരിക്കും. അത് നിങ്ങളുടെ ഹെൽത്തിനും ഡോക്ടറിന് എളുപ്പമുള്ളത് കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ ഹെൽത്തിനും ഏറ്റവും ബെസ്റ്റാണ്. അത് ഞാൻ പറയുന്നു, അത്യാവശ്യം ഞാൻ പറഞ്ഞു 1000 rupees ഒക്കെ ഉള്ളൂ. 1000 ഡോക്ടർ മോഫൻ്റെ കിട്ടും. ഞാൻ അപ്പം അക്യുവെച്ചെക്കിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷുഗർ ടെസ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അക്യുവെച്ചെക്കിൻ്റെ ലാൻസെറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇതും സ്ട്രിപ്സും കിട്ടും. അത് നിങ്ങൾക്ക് ബെസ്റ്റാണ്, നല്ല കമ്പനിയാണ് അക്യുവെച്ചെക്ക്. നിങ്ങൾ ടെസ്റ്റ് ചെയ്യും. ഒരു 2000 ബിലോ ആണ് നിങ്ങളുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യുക. ഏറ്റവും ബെറ്റർ ആയിരിക്കും, ഏറ്റവും നല്ല കാര്യമായിരിക്കും ഷുഗർ ഉള്ളവർക്ക്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്ന് ഞാൻ പറഞ്ഞത് ഷുഗർ പേഷ്യൻസ്, ഷുഗർ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഡയഗ്നോസിനെ പറ്റിയിട്ടും ഒക്കെ പറയാൻ ഞാൻ അത്രയ്ക്ക് വലിയ ആളൊന്നുമല്ല. എനിക്കറിയാവുന്ന നോളജ് ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. ഞാൻ ഒരിക്കലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നൊന്നുമില്ല. കാരണം ഞാൻ പഠിച്ച ബുക്സ്, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻ്റ് അല്ല, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ഒരുപാട് ഷുഗർ പേഷ്യൻറ്റിനെ കണ്ടിട്ടുള്ള ആളുമാണ്. അങ്ങനെ ആ എക്സ്പീരിയൻസ് അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 50% നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കി നിങ്ങളുടെ ഹെറിഡിറ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെറിഡിറ്ററി വരുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ ജീനാദി സംഭവമുണ്ട്. ഈ സംഭവം എപ്പോഴാണ് പുറത്ത് വരുന്നത്, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ജങ്ക് ഫുഡ്സ് നിങ്ങൾ കഴിക്കുന്ന സ്വഭാവമുണ്ട്, സ്മോക്ക് ചെയ്യുന്ന ആളാണ്, ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ്, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ സാധനം പുറത്തങ്ങ് വരും. അല്ലാതെ അത് ഹൈഡായിട്ട് തന്നെ ഇരിക്കും.
ജീവിതകാലം മൊത്തം. അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. അതൊക്കെ നിങ്ങൾ നോക്കുക. നല്ലവണ്ണം നോക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അസുഖം വരുത്തില്ല. ഞാൻ പറയുന്നു, ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ. ഇനി ഇതുപോലത്തെ ഒരു ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ മുഖം വെളുക്കാനുള്ള ടോപ്പിക്കുമായിട്ട്, ഇത് 3 ഞാൻ ചെയ്യുന്നത്. എങ്ങനെ ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.